നമുക്ക് പറ്റുന്ന അപകടമാണ്. കർത്താവ് എന്താ ഇവരെ ഒന്നും ചെയ്യാത്തത്? നമ്മുടെ പലരുടെ സങ്കടമല്ല. ഇവനൊക്കെ ഈ കുരുത്തക്കടെല്ലാം കാണിച്ചിട്ടും ഇവനെന്താ ഒരു ശിക്ഷയും കിട്ടാത്തത്? ഇവനൊക്കെ ഇങ്ങനെ വളർന്ന് പോവുകയാണല്ലോ. അതിനെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഈ സെന്റൻസിൽ അത് കൃത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഐ വോണ്ട് മേഴ്സി ഫോർ മീ ബട്ട് ജസ്റ്റിസ് ഫോർ ദം. കേട്ടു നോക്കിക്കേ. ഐ വോണ്ട് മേഴ്സി ഫോർ മീ ബട്ട് ജസ്റ്റിസ് ഫോർ ദം. എനിക്ക് കരുണ കിട്ടണം, പക്ഷെ അവർക്ക് നീതി. അപ്പൊ നീതിയുടെ ഭാഗമായിട്ട് എന്തും കൂടെ വരും? ശിക്ഷ. എനിക്ക് കരുണ, ഞാൻ കർത്താവിന്റെ കരുണയൊക്കെ അനുഭവിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം, പക്ഷെ അവരുടെ മേൽ കർത്താവിന്റെ നീതി നടപ്പിലാക്കണം എന്നാഗ്രഹിക്കുന്ന ആത്മീയ അഹങ്കാരം, ഞാനെന്തോ മെച്ചമാണെന്ന് ചിന്തിക്കുന്ന ആത്മീയരുടെ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ ഈ കാലത്ത്. അല്പം അധികം പ്രാർത്ഥിക്കുന്നവർ, ഒന്ന് കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർ, പള്ളിയോട് പ്രാർത്ഥനകളോട് ചേർന്ന് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചേക്കണേ. ഒരിക്കലും ഞാൻ എന്തോ മെച്ചമാണെന്നൊരു തോന്നൽ തലേ കയറിയേക്കരുത്. അത് കയറുന്ന ദിവസം ഈ അപകടം വരികയാണ്. സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ അഹങ്കാരം, ആരേക്കാൾ മെച്ചമാണെന്ന് വിചാരിക്കാതിരിക്കുക. ഇന്നതുണ്ട്. ചിലരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്കൂടെ സങ്കടം വരും. ഇവന്മാരെ പോലെ ഞാനിങ്ങനെ കറങ്ങി നടക്കുമോ? ഞാൻ ഈ ഉഴപ്പൊന്നും കാണിക്കുമോ? ഞാൻ വെള്ളം അടിക്കത്തില്ല, ഞാനൊരു ചീത്ത പരിപാടിക്കും പോകുന്നില്ല. അത് പറഞ്ഞു മെല്ലെ ഒരു ആത്മീയ അഹങ്കാരം തലേ കയറുകയാണ്. സ്പിരിച്വൽ പ്രൈഡ്. അത് അൺകൺവേർട്ടഡ് സോണായിട്ട് കിടക്കുക. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും കൊന്തയെല്ലിയിട്ടും, ഇത്രയും ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടും, ഇത്രയും മുട്ടുമ്മ നിന്നിട്ടും, ആ തഴമ്പെല്ലാം മുട്ടേ വന്നിട്ടും, ഇത്രയും കൈവിരിച്ച് പിടിച്ചിട്ടും എന്താ ആ മേഖല ശരിയാകാത്തത്? ദാറ്റ് ഈസ് യുവർ അൺകൺവേർട്ടഡ് സോൺ, സ്പിരിച്വൽ പ്രൈഡ്. ഷുഡ് ഐ നോട്ട് പിറ്റി നിനിവേ? നിനക്ക് ആ ചെടിയോട് അനുകമ്പ തോന്നിയെങ്കിൽ എനിക്ക് നിനിവയോട് കരുണ കാണിക്കാൻ പാടില്ലെന്നുണ്ടോ എന്നാണ് കർത്താവിന്റെ ചോദ്യം. അതായത് കർത്താവിന്റെ കരുണയ്ക്ക് അതിര് നിശ്ചയിക്കാൻ നീ ആരാണ്? ഈ റിപ്പൻറ്റൻസ്, മാനസാന്തരത്തിന്റെ യാത്രയുടെ അവസാനം ഏതു വാക്കായിരിക്കണം? ഓർത്തു വെച്ചേ. മാനസാന്തരത്തിന്റെ യാത്രയുടെ അവസാനം മേഴ്സി, കരുണയാകണം. മാനസാന്തരം അർത്ഥവത്തായോ നമ്മുടെ ജീവിതത്തിൽ? അത് മനസ്സിലാക്കേണ്ടത് കരുണ ഉള്ളിൽ നിറഞ്ഞു. ദൈവ കരുണ അനുഭവിച്ചവർ ആ കരുണ ഉള്ളിൽ നിറച്ച് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോഴാണ് മാനസാന്തരം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. ദൈവ കരുണ സ്വീകരിച്ചിട്ട്, കർത്താവിന്റെ ക്ഷമ സ്വീകരിച്ചിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, കരുണ കാണിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് യു റിമെയിൻ അൺഹീൽഡ്. നീ ഇപ്പോഴും നിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. മാനസാന്തരപ്പെട്ടു നന്നായെന്നൊക്കെ പറയുന്നതേ ഉള്ളൂ, അകത്തെ മുറിവ് ഉണങ്ങിയിട്ടില്ല. കരുണ സ്വീകരിച്ചവൻ കരുണ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് മാനസാന്തരം പൂർത്തിയാകുന്നത്. കർത്താവ് നിന്നോട് ക്ഷമിച്ചെങ്കിൽ നീ മറ്റുള്ളവരോടും ക്ഷമിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് കരുണയാണ് മാനസാന്തരത്തിന്റെ ക്ലൈമാക്സ് എന്ന് ഓർത്തേക്കണേ.